ഇപ്പോൾ ശ്രീ ടി ജെ വിനോദ് എം എൽ എ ചേർന്നുള്ളൂ. ശ്രീ ടി ജെ വിനോദ് എം എൽ എ ആശ്വാസകരമാണ്, കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. എങ്ങനെയാണ് പോലീസ് വിവരങ്ങൾ നൽകുന്നുണ്ടോ ശ്രീ ടി ജെ വിനോദ് എം എൽ എ? അല്ല, കുട്ടിയെ ഗോശ്രീ പാലത്തിൽ നിന്ന് കണ്ട് കിട്ടി എന്നുള്ളത് സന്തോഷകരമായ ഒരു വാർത്തയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. വളരെയേറെ സന്തോഷം, വളരെ ആശങ്ക ഉള്ള ഒരു നിമിഷങ്ങളായിരുന്നു ഓരോ നിമിഷവും. രാത്രി 12 മണിയോട് അടുക്കുമ്പോഴും കുട്ടിയെ കിട്ടിയില്ല എന്ന് പറയുന്നത് വല്ലാത്തൊരു ആശങ്ക നമ്മളെല്ലാം ഉണ്ടാക്കി. വളരെ സന്തോഷം തോന്നി. പോലീസും മാധ്യമ പ്രവർത്തകരുമെല്ലാം സുത്യർഹമായ ഒരു സേവനമാണ് ഇതിന്റെ ഭാഗമായി നടന്നത്. കാരണം കുട്ടിയുടെ ചിത്രവും മറ്റു കാര്യങ്ങളും എല്ലാം ദൃശ്യമാധ്യമങ്ങളിലെല്ലാം കൊടുത്തപ്പോൾ സ്വാഭാവികമായും കുട്ടിയെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കെല്ലാം ഉണ്ടായി. അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു. വളരെയേറെ നന്ദി. പോലീസിന്റെ വളരെ സുത്യർഹമായ പ്രവർത്തനമാണ് നടത്താൻ കഴിഞ്ഞത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരി, നന്ദി ശ്രീ ടി ജെ വിനോദ് എം എൽ എ. അദ്ദേഹം വിവരങ്ങൾ നേരത്തെ നമ്മൾ അദ്ദേഹത്തോട് വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. പോലീസിന്റെ തെരച്ചിൽ നടക്കുന്ന കാര്യം, പോലീസിന് അദ്ദേഹം ബന്ധപ്പെട്ട കാര്യമൊക്കെ ഇപ്പോൾ അറിയിച്ചതാണ്. ഇപ്പോൾ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. ഇനി കൂടുതൽ വിവരങ്ങളുമായി ഗൂഗിൾ രവി ചേരും അടുത്ത ബുള്ളറ്റിൽ. കൊച്ചിയിൽ കാണാതായ സ്കൂൾ വിദ്യാർത്ഥിനി 12 വയസ്സുകാരിയെ കണ്ടെത്തിയിരിക്കുന്ന ആശ്വാസ വാർത്തയാണ് വരുന്നത്. കഴിഞ്ഞ ഒരു മണിക്കൂറിലധികമായി നമ്മൾ ഈ വാർത്തയുടെ പിന്നാലെ തന്നെയായിരുന്നു. ഈ വാർത്തയിൽ തന്നെയായിരുന്നു. വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഈ കുട്ടിയെ കാണാതായത്. പിന്നീട് CCTV ദൃശ്യങ്ങളിൽ നിന്നുള്ള സ്ക്രീൻ ഗ്രാബുകളും സ്ക്രീൻഷോട്ടുകളും ഒക്കെ വ്യാപകമായി മാധ്യമങ്ങളടക്കം വന്നു. ഏതായാലും വല്ലാർപാടത്ത് നിന്ന് കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. വല്ലാർപാടം പാലത്തിന് സമീപത്ത് നിന്നാണ് ഈ പെൺകുട്ടിയെ കണ്ടെത്തിയത്. പോലീസ് സംഘത്തിനൊപ്പം തന്നെ കുട്ടിയുടെ മാതാവുണ്ടായിരുന്നു. അവർ സഞ്ചരിച്ച ജീപ്പ്, ഈ കുട്ടിയെ സൈക്കിൾ സഞ്ചരിച്ചിരുന്ന പെൺകുട്ടിയെ അവിടെ കണ്ടെത്തുകയായിരുന്നു. ആരാണ് കണ്ടെത്തിയത്, ആരാണ് ആ കുട്ടിയെ അവിടെ നിന്ന് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്, ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ എളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കുട്ടിയെ എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. YS അഭിനന്ദും S ശ്രീകാന്തും തുടരുന്നുണ്ട്. അഭിനന്ദിലേക്കാണ്. അഭിനന്ദ്, കുട്ടിയുടെ മാതാവ് പോലീസ് സംഘത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഈ തെരച്ചിലുടനീളം. പിതാവ് പോലീസ് സ്റ്റേഷനിലും. കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമോ? എളമക്കര പോലീസ് എന്താണ് ഇത് സംബന്ധിച്ച് നൽകുന്ന വിവരം? കൊച്ചി എളമക്കരയിലാണ് വടുതല സ്വദേശിയായ 12 വയസ്സുകാരി 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയാണ് ഇന്ന് വൈകുന്നേരം മുതൽ കാണാനില്ല എന്ന പരാതി ഉയർന്നത്. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട തെരച്ചിലായിരുന്നു. 6 മണിക്കൂറോളം നീണ്ട തെരച്ചിലിനൊടുവിലാണിപ്പോൾ പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. ആശ്വാസകരമായ വാർത്തയാണ്, സന്തോഷം നൽകുന്ന വാർത്തയാണ്. ഒരുപാട് പേരുടെ ആധി അവസാനിക്കുന്നു. അങ്ങനെ വല്ലാർപാടത്ത് നിന്ന് കുട്ടിയെ കണ്ടെത്തിയിരിക്കുകയാണ്. സൈക്കിളിൽ ഈ പെൺകുട്ടി സ്കൂളിൽ നിന്ന് മടങ്ങി വരുന്ന ദൃശ്യങ്ങളടക്കം, CCTV ദൃശ്യങ്ങളടക്കം പോലീസ് അന്വേഷണത്തിൻ്റെ ഇടയിൽ ശേഖരിക്കുകയുണ്ടായി. എന്തിനാണ് ഇങ്ങനെ മാറി നിന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ വീട്ടിലേക്ക് എത്താതെ മറ്റു വഴിയിലേക്ക് യാത്ര ചെയ്തത് ഈ കുട്ടി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ വഴക്ക് പറഞ്ഞിരുന്നുവെന്ന ഒരു വിവരം ആദ്യഘട്ടത്തിൽ വന്നിരുന്നു. അതുതന്നെയാണോ കാരണം, അതല്ല മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്തുകൊണ്ട് പെൺകുട്ടി അങ്ങനെ വീട്ടിലേക്ക് മടങ്ങിയെത്താതെ സ്കൂളിൽ നിന്ന് തിരിച്ചുള്ള വഴിയിൽ സൈക്കിൾ ചവിട്ടി അങ്ങനെ മുന്നോട്ടേക്ക് പോയി എന്നത് വ്യക്തമല്ല. ഏതായാലും പോലീസും വ്യാപകമായ തെരച്ചിലാണ് നടത്തിയത്. സഹപാഠികളിൽ നിന്നടക്കം, ഒപ്പം കൂടുതൽ ഇടങ്ങളിൽ നിന്നുള്ള പോലീസിൻ്റെ തന്നെ CCTV ക്യാമറകൾ നിരീക്ഷിച്ചാണ് പെൺകുട്ടിയിലേക്ക് എത്തിയത്. ശ്രീകാന്ത് തുടരുന്നുണ്ട്. ശ്രീകാന്ത്, 6 മണിക്കൂറിന് ഒടുവിൽ ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. പെൺകുട്ടിയുടെ മാതാവ് തന്നെ പോലീസ് സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. അവർ നേരിട്ട് കുട്ടിയെ കാണുകയും ചെയ്തു. ഇനി പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമോ? എന്തിനാണ് ഇങ്ങനെ മാറി നിന്നത്, അല്ലെങ്കിൽ യാത്ര പോയത്, ഇങ്ങനെ ഒരു പോക്ക് പോയത് എന്നത് സ്വാഭാവികമായും പോലീസ് ചോദിച്ചറിയുകയൊക്കെ ചെയ്യില്ലേ? നിലവിലിപ്പോൾ കുട്ടിയെ എളമക്കര പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. കാരണം എളമക്കര പോലീസ് സ്റ്റേഷനിൽ ആണ് ഈ പരാതി എത്തിയത്. ഒപ്പം തന്നെ കുട്ടിയുടെ പിതാവ് എളമക്കര പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഇപ്പോൾ ACP ജയകുമാറുമായി പോലീസ് സംഘം തിരിച്ചിട്ടുണ്ട് അവിടേക്ക്. ഈ കണ്ടെയ്നർ റോഡിൽ ആ ഭാഗത്ത് വല്ലാർപാടത്തിന്റെ ഭാഗത്തായിട്ടാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം അവിടേക്ക് എത്തുകയും കുട്ടിയെ അവിടെ നിന്നും മാതാവിനൊപ്പം വാഹനത്തിൽ കയറ്റി
വാഹനത്തിൽ കയറ്റി എളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്തു. നിലവിൽ അല്പസമയത്തിനകം എളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കുട്ടിയെ എത്തിക്കും. അവിടെ കുട്ടിയുടെ പിതാവിന്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും അടക്കമുള്ളവർ കാത്തിരിപ്പുണ്ട്. അവിടെ കുട്ടിയെ എത്തിച്ച് അതിന്റെ നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം കുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം വിടാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഏതായാലും മണിക്കൂറുകൾ നീണ്ട തെരച്ചിൽ അത് ശുഭപര്യാസായിയാകുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. കാരണം ഈ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ 1 മണിക്കൂറിലധികമായി നമ്മളും പങ്കുവെക്കുന്നുണ്ട്. ആരാണ് ഈ പെൺകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്, അല്ലെങ്കിൽ ആരുടെ ശ്രദ്ധയിലാണ് അത് പോലീസ് സംഘത്തിന് തന്നെ പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു എന്ന വിവരം വ്യക്തമാവുന്നുണ്ടോ? ഒരു ജോൺസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ കുട്ടിയെ കണ്ടത്. മാധ്യമങ്ങളിൽ ഈ വാർത്ത പല കുറി വന്നിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ ജോൺസൺ എന്ന വ്യക്തി ഈ കുട്ടിയെ കണ്ട കാര്യം പോലീസിനോട് പറയുന്നത്. പിന്നീട് ആ ഭാഗം കേന്ദ്രീകരിച്ച് പോലീസ് തെരച്ചിൽ നടത്തുകയാണ് ഉണ്ടായത്. ആ തെരച്ചിലാണ് കുട്ടി ഈ പോലീസ് സംഘത്തിന് സാധിച്ചത്. ACP ജയകുമാർ, സെൻട്രൽ ACP ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ആദ്യാവസാനം തെരച്ചിൽ നടത്തിയത്. ആ ഘട്ടത്തിൽ എളമക്കര പോലീസ് സ്റ്റേഷനിൽ കുട്ടിയുടെ പിതാവും കുട്ടിയുടെ മറ്റ് ബന്ധുക്കളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. വല്ലാർപാടം ഭാഗത്തു നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. ശേഷം പോലീസ് സംഘത്തോടൊപ്പം കുട്ടിയെ ഇപ്പോൾ എളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. അവിടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. അത് പൂർത്തിയാക്കിയതിനു ശേഷം കുട്ടിയെ ബന്ധുക്കൾക്കൊപ്പം മാതാപിതാക്കൾക്കൊപ്പം വിട്ടയക്കും. ഏതാണ്ട് 6 മണിക്കൂർ നീണ്ട വലിയ തെരച്ചിലായിരുന്നു. ഒരുപാട് ഇടങ്ങളിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ തന്നെ CCTV ക്യാമറകളിലെയൊക്കെ സഹായം മുഴുവൻ തേടിയിട്ടുണ്ട്. വലിയൊരു ദൗത്യമാണ് അത് ഒടുവിൽ ഫലം കാണുന്നത്. 5 മണിക്ക് കുട്ടിയെ കാണാതായതാണ്. 5 മണിക്ക് തുടങ്ങിയ തെരച്ചിലാണ്. 5 മണിക്ക് തെരച്ചിൽ തുടങ്ങി. ഇപ്പോൾ വരെ തെരച്ചിൽ നടന്നു. ഇതിനിടയിൽ ഏതാണ്ട് 6 മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു പോലീസിന്റെ അശ്രാന്തമായ പരിശ്രമം. ഒപ്പം മാധ്യമങ്ങളിൽ ഈ വാർത്ത തുടർച്ചയായി നിറഞ്ഞു നിൽക്കുകയും ചെയ്തു. അങ്ങനെ കുട്ടിയെ കണ്ടെത്താൻ പോലീസ് സംഘത്തിനും സാധിച്ചു എന്ന് തന്നെ പറയാം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രാത്രിയിൽ ഈ മാതാപിതാക്കളെ പോലെ തന്നെ അവർക്കും വലിയ ആശങ്ക ഉണ്ടായിരുന്നു. 12 മണിയോടടുക്കുന്നു. പെൺകുട്ടി ഒരു സൈക്കിളിൽ കാണാതാകുന്നു പച്ചാളത്ത് വെച്ച്. പിന്നീട് ഒരു വിവരവുമില്ല. ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയതിൽ അവർക്കും വലിയ സന്തോഷം ഉണ്ട്. ശ്രീകാന്ത്, എന്താണ് ഇങ്ങനെ ഈ കുട്ടി വീട്ടിൽ തിരിച്ചെത്താതെ അങ്ങനെ മാറി നിന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ സൈക്കിളുമായി വീട്ടിലേക്കുള്ള വഴി വിട്ട് വേറെ വഴിയിലേക്ക് പോയത് എന്നൊക്കെ ഉള്ളത് ഇനി അറിയേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട് വഴക്ക് പറഞ്ഞിരുന്നു. അങ്ങനെ എന്തെങ്കിലും മാനസികമായ ബുദ്ധിമുട്ട് തോന്നിയതാണോ, എന്താണ് പ്രശ്നമെന്നതൊക്കെ ഇപ്പോഴും അവ്യക്തമായി നിലനിൽക്കുകയാണ്. ഏതായാലും എറണാകുളത്തെ എളമക്കരയിൽ നിന്ന് കാണാതായ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ കണ്ടെത്തിയിരിക്കുന്നു. ആശ്വാസകരമായ വാർത്തയാണ്, സന്തോഷകരമായ വാർത്തയാണ് ഈ വൈകിയ വേളയിൽ വരുന്നത്. 6 മണിക്കൂർ നീണ്ട തെരച്ചിലായിരുന്നു. വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങിയ പെൺകുട്ടിയെ, 12 വയസ്സുകാരിയായ പെൺകുട്ടിയെ കാണാനില്ല എന്ന പരാതിയാണ് എളമക്കര സ്റ്റേഷനിലേക്ക് വന്നത്. അതിന് പിന്നാലെ തന്നെ പോലീസിൻ്റെ വ്യാപകമായ തിരച്ചിൽ നടന്നു. ഒരുപാടിടങ്ങളിൽ നഗരത്തിൽ, എറണാകുളം നഗരത്തിനുള്ളിലും ഒപ്പം തന്നെ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും കണ്ടെയ്നർ റോഡിലും ഒക്കെയുള്ള CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടന്നത്. ആ പരിശോധനയ്ക്കൊടുവിൽ വല്ലാർപാടത്ത് നിന്നാണ് പെൺകുട്ടിയെ അല്പസമയം മുമ്പ്, ഏതാണ്ട് 12 മണിയോടടുത്താണ്